സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യേശുക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ തന്നെത്താൻ ത്യജിച്ചുകൊണ്ട്, തന്നെത്താൻ ഉപേക്ഷിച്ചുകൊണ്ട്, തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്മയോടുകൂടി അടുത്തു വന്ന് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദിനം തോറും എന്നെ അനുഗമിക്കണമെന്നാണ്. എങ്ങനെയാണ് അനുഗമിക്കേണ്ടത്? എല്ലാ ദിവസവും അനുദിനവും അനുഗമിക്കണം. എല്ലാ ദിവസവും നിന്റെ മനസ്സാക്ഷിയെ നീ കാത്തു സൂക്ഷിക്കണം. എല്ലാ ദിവസവും നിന്റെ വാക്കുകൾ നിയന്ത്രണത്തിലായിരിക്കണം. എല്ലാ ദിവസവും നിന്റെ ചിന്തകൾ കർത്താവിങ്കലായി അവനെ നീ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. എല്ലാ ദിവസവും സ്വർഗീയ പിതാവുമായിട്ട് നിനക്കൊരു കൂട്ടായ്മ ബന്ധം ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ ഏശാതെ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധമുള്ള ഹൃദയത്തോടു കൂടിയായിരിക്കണം. ക്രിസ്ത്യാനിയെക്കുറിച്ച് എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? അനേകർക്കും അതിന്ന് മനസ്സിലാകുന്നതേയില്ല. നിങ്ങൾ എന്നെപ്പോലെ ആകണമെങ്കിൽ, എൻ്റെ രാജ്യത്തിൽ നിങ്ങൾ വരണമെങ്കിൽ, എൻ്റെ സന്നിധിയിൽ വന്ന് നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞതായ മാർഗത്തിൽ കൂടി നിങ്ങൾ പോകണം. എൻ്റെ കാൽപാതകളെ നിങ്ങൾ പിന്തുടരണം. എൻ്റെ വിശുദ്ധി നിങ്ങളുടെ ജീവിതത്തിലും അനുഷ്ഠിക്കണം. എൻ്റെ ഹൃദയവിശുദ്ധി നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഇന്ന് മനുഷ്യരെ നോക്കുമ്പോൾ കഷ്ടത അനുഭവിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല, നിന്ദകൾ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല, ഞെരുക്കം അനുഭവിക്കുന്നത് ഇഷ്ടമല്ല, ശാസന കേൾക്കുന്നത് ഇഷ്ടമല്ല, ജീവിതം ക്രമപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. അവർ പറയുന്നത് പോലെ തന്നെ അവർക്ക് ജീവിക്കണം. അതിന് വിരോധമായിട്ട് ആരെങ്കിലും പറയുകയാണ് ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്കൊരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. എന്താണ് അവർ ചെയ്യുന്നത്? അവരുടെ മുഖഭാവം അപ്പോൾ തന്നെ മാറുവാനിടയാകും. ഇപ്പോൾ ആണുങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. ആഹാബിന്റെ സന്തതികളാണിവർ. ആഹാബ് ആരായിരുന്നു? ആഹാബ് രാജാവായിരുന്നു. എന്തെങ്കിലും ഒരു ജീവിതത്തിൽ പ്രശ്നമുണ്ടായാൽ മതി, അപ്പോൾ തന്നെ മുഖം വെറുപ്പിച്ച് കട്ടിലിൽ കയറി കിടക്കുമിണ്ടാതെ. അതുപോലെ തന്നെയാണിതും. അതെന്തൊരു ചിന്തയാണ്! ഈ ലോകത്തിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം നമുക്ക് അനുകൂലമായി തന്നെ ഉണ്ടാകണമെന്നാണോ? എല്ലാത്തിലും നീ തന്നെ ജയിക്കണമോ? എല്ലാം നീ വിചാരിക്കുന്ന പോലെ നടക്കണമോ? അത് ക്രിസ്തീയ ഭക്തിയല്ല. അത് ശരിയല്ല. ഞാൻ എന്തിനും തയ്യാറാണ്, ഞാൻ എന്തിനും ഒരുക്കമാണ്. എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ മനസ്സാക്ഷിയെ കാത്തു സൂക്ഷിക്കുന്നതിനായി കഷ്ടത വന്നാലും കുഴപ്പമില്ല, നിന്ന വന്നാലും കുഴപ്പമില്ല, അപമാനം വന്നാൽ കുഴപ്പമില്ല, ഞെരുക്കം വന്നാൽ കുഴപ്പമില്ല. എൻ്റെ യേശുവിനെ ഞാൻ വിട്ടുപിരിയില്ല എന്ന് പറയുന്നവൻ ജയജീവിതം സാധ്യമാക്കും. അവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ ആയിരിക്കും. എന്തിനാണ് നാം ഇന്ന് വചനം കേൾക്കുന്നത്? സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണോ? അതോ നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങളും കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ തീർക്കുന്നതിന് വേണ്ടിയാണോ? നിങ്ങൾ വ്യക്തമായി പറയണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്താണ്? അതും ഇതുമുണ്ടെന്നാണ് ആരോ പറഞ്ഞത്. ആദ്യം ഇതാകണമെന്നാണ് പറഞ്ഞത്. പറയൂ, എന്തിനു വേണ്ടിയാണ്? ഈ ജീവിതത്തിന്റെ അവസാനം വരെയും ഭൗതിക സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ആളുകളിലും വെച്ച് നാം നിർഭാഗ്യവാന്മാരാണെന്നാണ് പറയുന്നത്. എൻ്റെ മക്കൾ ദൈവരാജ്യത്തിൽ വലിയവർ ആയിരിക്കണം. എൻ്റെ മക്കൾ ദൈവരാജ്യത്തിൽ ഉണ്ടായിരിക്കണം. എൻ്റെ മക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. സഹോദരി, നിന്റെ മക്കൾ രണ്ടുപേരും എൻ്റെ രാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഏറ്റതായ കഷ്ടങ്ങൾ നിങ്ങളും ഏൽക്കുമോ? ഞാൻ കുടിച്ചതായ ഈ പാനപാത്രത്തിൽ നിന്ന് നിങ്ങളും കുടിക്കുമോ? എന്നെപ്പോലെ അപമാനങ്ങൾ സഹിക്കുമോ? എന്നെപ്പോലെ രക്തസാക്ഷിയായിട്ട് മാറുമോ? വായിക്കാം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യം. അന്നു സെബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കെ വന്നു. അപ്പോൾ സെബദി പുത്രന്മാരുടെ അമ്മ തന്റെ പുത്രന്മാരുമായി അവന്റെ അടുക്കൽ അന്വേഷിച്ച് വന്നു. ശിശുക്കളെ സംബന്ധിച്ച് നമ്മൾ നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല, നമ്മൾ കൂടെ തന്നെ ആയിരിക്കും. നമ്മുടെ മടിയിലിരിക്കുന്നതായ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ അമ്മേ അമ്മേ എന്ന് വിളിച്ച് നമ്മുടെ കൂടെ തന്നെ നടക്കുന്നവരായിരിക്കും. എന്നാൽ സെബദി പുത്രന്മാരുടെ അമ്മ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന തന്റെ പുത്രന്മാർ അവർ കൊച്ചുകുട്ടികളല്ല, മുതിർന്ന് വളർന്നവരാണ്, യേശുവിനെ അനുഗമിക്കുന്നവരാണ്. അവരുടെ പേരെന്താണെന്നറിയാമോ? യാക്കോബ്, യോഹന്നാൻ.
യാക്കോബും യോഹന്നാനും മത്സ്യബന്ധനം ചെയ്ത് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ വന്ന് എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും എന്ന് പറഞ്ഞപ്പോൾ അവർ വലകളും അവരുടെ തോണികളും അവരുടെ വ്യാപാരവും അവരുടെ പ്രവൃത്തിയും എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. ഇന്ന് യേശുവിനെ അനുഗമിച്ചാൽ എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നവരാണ് കൂടുതലുമുള്ളത്. ഇവിടെ ഒരു ശ്രേഷ്ഠയായ സ്ത്രീയെ കാണാം, പ്രാർത്ഥനാ വ്യക്തിയായ ഒരു സ്ത്രീയെ കാണാം. തൻ്റെ 2 മക്കളെയും ദൈവവേലയ്ക്ക് വിടുക മാത്രമല്ല, ആ 2 മക്കളും വളർന്ന് വലുതായിട്ടും അമ്മയുടെ വാക്കുകൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് പല ആണുങ്ങളെയും സംബന്ധിച്ച് അവർ മുതിർന്നു കഴിഞ്ഞാൽ അമ്മയും അപ്പനെയും അനുസരിക്കത്തില്ല. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ അവർ അനുസരിക്കുമെന്നാൽ മീശമുളച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർ വാക്ക് കേൾക്കുമോ? കേൾക്കത്തില്ല. എന്നാൽ ഈ മാതാവിൻ്റെ വളർത്തൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവർ വളർന്ന് മുതിർന്നവരായ ശേഷവും ഇവിടെ മാതാവിനെ അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതായ സത്യം. അവർ മാതാവിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തു, മാതാവിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. ഇന്ന് നിങ്ങളിൽ എത്രയോ ആളുകൾ നിങ്ങളുടെ മക്കളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നില്ല. ചില സഭകളിൽ നോക്കിയാൽ അറിയാം, എല്ലാവരും പ്രായമുള്ളവരായിരിക്കും, യൗവനക്കാരെ കാണാൻ കഴിയില്ല. പ്രായമായ ശേഷമല്ല ദൈവത്തെ നീ അന്വേഷിക്കേണ്ടത്, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അതാണ് വചനം പറയുന്നത്. യൗവനകാലത്ത് നുകം ചുമക്കുന്നത് നിനക്ക് നല്ലതാണ്. സെബദിപുത്രന്മാരുടെ അമ്മ പ്രാർത്ഥനാ സ്ത്രീയായിരുന്നു. തന്റെ 2 മക്കളെയും ദൈവത്തിനു വേണ്ടി അവർ സമർപ്പിച്ചു. യേശുവിന്റെ അടുക്കിലേക്ക് 2 മക്കളെയും കൂട്ടിക്കൊണ്ട് വന്നു. വന്നിട്ട് എന്താണ് പറഞ്ഞത്? 21-ാമത്തെ വാക്യം. അവന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ച് അവനോടൊരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്തു വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു എന്ന് പറയുമ്പോൾ അവനെന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ഇവിടെ അവനെന്ന് പറയുമ്പോൾ നമ്മെ ഭരിക്കുന്നവൻ, നമ്മുടെ കർത്താവ്, നമ്മുടെ സൃഷ്ടിതാവ്, അവനാണ് കർത്താവായിരിക്കുന്നവൻ. അവനാണ് നമ്മെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ. അവന്റെ അടുക്കലേക്ക് വന്ന് ഒരു അപേക്ഷയുണ്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് എന്തു വേണം എന്ന്. സത്യമായിട്ടും ഈ ദിവസം ദൈവം നിങ്ങളുടെ മുൻപിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? ഞാൻ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിച്ചിട്ട് പറയാം, അപ്പനോട് ചോദിച്ചിട്ട് പറയാമെന്ന്. എന്തായിരിക്കും നിങ്ങൾ പറയുന്നത്? പറയൂ. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾക്കൊരു വീട് വേണം, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, എനിക്ക് മക്കളില്ല, അല്ലെങ്കിൽ എനിക്കൊരു 10 രൂപ തരുമോ എന്നൊക്കെ ചോദിക്കുമോ ദൈവം വന്നാൽ? ചില ആളുകളാണെങ്കിൽ വലിയ ദൈവത്തിൻ്റെ അടുക്കൽ നിസ്സാരമായ കാര്യങ്ങൾ ചോദിക്കുന്നത് കാണാം. ഈ മാതാവിനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ മക്കൾക്ക് 2 പേർക്കും വേണ്ടത്? അമേരിക്കയിലേക്ക് പോകാൻ വിസ വേണമോ? IAS പഠിക്കുവാനുള്ള സീറ്റ് വേണമോ? ഡോക്ടർ ആകുന്നതിന് വേണ്ടി എക്സാം എഴുതിയിരിക്കുകയാണ്, അതിൽ പാസ്സാകണമോ? ഇതൊക്കെയല്ലേ നാം ഇന്ന് ദൈവത്തിൻ്റെ അടുക്കൽ ചോദിക്കുന്നത്. എന്നാൽ ഈ മാതാവ് എന്താണ് പറയുന്നത് നോക്കൂ. അവൾ അവനോട്, ഈ എൻ്റെ പുത്രന്മാർ 2 നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. ഹബ്ബ, എന്തൊരാഗ്രഹമാണ്! എന്താണ് ഇവർ ചോദിക്കുന്നത്? ഈ ലോകത്തെ സംബന്ധിച്ചല്ല. എന്താണ്? ഭൂലോകത്തെ സംബന്ധിച്ചല്ല, ഭൂമിയെക്കുറിച്ചുള്ളതല്ല. ഈ ഭൂലോകം മുഴുവനും നശിച്ചു പോകുന്നതായ ദിവസം വരും. ഒരു വ്യക്തി ഈ ഭൂലോകത്തിൽ എത്രയെല്ലാം സമ്പാദിച്ചു കൂട്ടിയാലും വിട്ടിട്ട് പോകേണ്ടി വരും. ഇന്ന് നിനക്കൊരു പദവിയുണ്ടെങ്കിൽ അത് കുറച്ചു കാലത്തേക്ക് മാത്രമാണ്. അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥാനത്ത് വരും. ഈ ലോകത്ത് നീ എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടിയാലും അതെല്ലാം താൽക്കാലികമാണ്. എന്തെല്ലാം ഡിഗ്രികൾ ഉണ്ടായാലും, ഏതെല്ലാം ജോലി നിനക്കുണ്ടായാലും, എത്രത്തോളം ധനം നീ സമ്പാദിച്ചാലും, ഈ ലോകത്തിൽ നാം പരദേശികളാണ്, യാത്രികർ മാത്രമാണ്. ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഈ ലോകത്തെ സംബന്ധിച്ച് ചോദിക്കുന്നത്, വലിയ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് നീ അങ്ങനെ ചോദിച്ചാൽ അത് വളരെ ദയനീയമായ കാര്യമാണ്. മനുഷ്യനാൽ കിട്ടുന്ന കാര്യത്തിന് ദൈവത്തിൻ്റെ അടുക്കൽ പോയി ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സമ്പാദ്യത്താൽ നേടുന്നതായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഉന്നതമായ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കേണ്ടത്. എൻ്റെ 2 പുത്രന്മാരും നിന്റെ രാജ്യത്തിൽ, സ്വർഗീയ രാജ്യത്തിൽ, ഒരുവൻ നിന്റെ വലതുവശത്തും ഒരുവൻ നിന്റെ ഇടതുവശത്തും ഇരിക്കുമാറാകണം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആഗ്രഹം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ?
എൻ്റെ മക്കൾ സ്വർഗരാജ്യത്തിൽ പോകണം എന്നുള്ളതായ ആഗ്രഹം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ മക്കൾ ദൈവരാജ്യത്തിൽ വലിയ ആളുകളായി തീരണമെന്ന് ആശിക്കുന്നുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മക്കളായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു യഥാർത്ഥ ആത്മീയ പിതാവാണെങ്കിലും മാതാവാണെങ്കിലും അതായിരിക്കും ആഗ്രഹിക്കുന്നത്. എൻ്റെ ഈ മക്കൾ ലോകത്തിൽ എന്തെങ്കിലുമായി തീരണം, എന്തെങ്കിലുമൊക്കെ നേടണം, എന്തെങ്കിലും സമ്പാദിക്കണം എന്നുള്ള വിഷയമല്ല. അവർ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവരുടെ ജീവിതം ദൈവത്തിന് ഹിതപ്രകാരമാകണം. അതുപോലെ എൻ്റെ മക്കൾ സ്വർഗരാജ്യത്തിൽ കടക്കുവാനിടയാകണം. എന്നാൽ ഈ മാതാവിൻ്റെ ആഗ്രഹം നോക്കൂ, സ്വർഗരാജ്യത്തിൽ എൻ്റെ മക്കൾ നിന്റെ അടുത്ത് ഇരിക്കുവാൻ ഇടയാകണം. കർത്താവ് പറഞ്ഞു, അതിനുത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ലോകത്തെ ജയിച്ചിട്ട് സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും എന്നെപ്പോലെ ജയാളിയായി എന്നോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ ഞാൻ കുടിപ്പാനിരിക്കുന്നതായ പാനപാത്രം അതിൽ നിന്ന് നിങ്ങൾക്കും കുടിക്കുവാൻ കഴിയുമോ? ആ പാത്രത്തിൽ എന്താണ്? പായസമാണെന്നാണോ? എന്താണ് അതിലുള്ളത്? എന്താണ്? നമുക്കറിയാം, ഗത്സമന തോട്ടത്തിൽ വെച്ച് യേശുക്രിസ്തു പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ. ഏതാണ് ആ പാനപാത്രം? നിന്ന, അപമാനം, കഷ്ടത, ശാപം, തിന്മ, ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ ശിക്ഷ, ഇവയെല്ലാം നിന്റെ പാപങ്ങളും എൻ്റെ പാപങ്ങളും ഈ ലോകത്തിൽ ജനിക്കുന്നത് മുതൽ ഭൂതകാല വർത്തമാന ഭാവിയിലുള്ള സകല ജനത്തിൻ്റെയും ദോഷങ്ങളും പാപങ്ങളും യേശുക്രിസ്തു വഹിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ക്രൂശിനെ സഹിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി അപമാനം സഹിക്കുമോ? നിന്ദകൾ സഹിക്കാൻ കഴിയുമോ? കഷ്ടത അനുഭവിക്കുമോ? ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുവാൻ കഴിയുമോ? എനിക്ക് വേണ്ടി നിങ്ങളുടെ ജീവനെ കളയുവാൻ കഴിയുമോ? അങ്ങനെ ചെയ്യുവാൻ കഴിയുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് കടന്നു വന്ന് എന്നോടൊപ്പം ഇരിക്കാൻ കഴിയും. എന്താണ് പറഞ്ഞത്? എന്താണ്? പാനപാത്രം കുടിപ്പാൻ അവർക്ക് കഴിയുമോ? ഇന്ന് കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? എന്നോടൊപ്പം നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലായിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾ എൻ്റെ സാക്ഷികളായി ജീവിക്കണം. ഈ ലോകം നിങ്ങളെ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങൾ ഈ ലോകത്തിനുള്ളവർ അല്ല. നിങ്ങൾക്ക് മുൻപേ ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടാകും, എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എൻ്റെ കുടുംബക്കാരെല്ലാം ദൈവരാജ്യത്തിൽ കടക്കണം, ഞാനും എൻ്റെ കുടുംബവും യേശുവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു തീരുമാനമെടുക്കുക. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയിൽ ഒരു വൻ കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചെയ്യാൻ പോകുന്നു. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ നോക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതം പ്രയോജനമുള്ളതാക്കി നീ മാറ്റണമേ. ഏതെല്ലാം ഭാരത്താലും ദുഃഖത്താലും കഷ്ടത്താലുമാണ് നിന്റെ മക്കൾ നിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. അതിനുശേഷം എൻ്റെ യേശു എന്നെ തൊടുവാനിടയായി. എൻ്റെ യേശു എന്നോട് സംസാരിച്ചു. എൻ്റെ കണ്ണുനീരിനെ അവൻ തുടച്ചു. എനിക്ക് സന്താന ഭാഗ്യം നൽകി. എൻ്റെ കണ്ണുനീരകറ്റി എനിക്ക് വിടുതൽ നൽകി. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ എനിക്ക് വേണ്ടി പോരാടിക്കൊണ്ട് എനിക്ക് ജയം നൽകിയെന്ന് വിശ്വാസത്തോടുകൂടി കടന്നു പോകുവാൻ നീ സഹായിക്കണമേ അപ്പാ. ക്രിസ്തുവിൻ്റെ സാദൃശ്യം ഞങ്ങളിൽ ഉണ്ടാകുന്നത് വരെയും ഞങ്ങളെ നീ ഒരുക്കിയെടുക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അപ്പാ. നിന്റെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിതത്തിൽ കഷ്ടത വന്നാലും ബുദ്ധിമുട്ട് വന്നാലും നഷ്ടം വന്നാലും ഞെരുക്കം വന്നാലും അപമാനം വന്നാലും നിന്ന വന്നാലും നീ ഞങ്ങൾക്ക് വേണ്ടി അതെല്ലാം സഹിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്നെല്ലാം വിടുതൽ നൽകണമേ. രക്ഷയുടെ ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നൽകണമേ അപ്പാ. തലമുറയായി യുഗയുഗങ്ങളായിട്ട് ജീവിക്കുവാൻ, നിന്നോടൊപ്പം നിത്യമായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ